ചെറുതായിട്ടൊന്ന് കൂതറയായി എന്ന് പറയണം. കൂലി കുറച്ച് കൂതറയായിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഈ ഒരു ഹൈപ്പ് വന്നതിൻ്റെ ഉള്ളതില്ല പടത്തിൽ. ഒരുവിധം ജസ്റ്റ് കാണാം. ഒരുപാടടുത്ത് ലോകേഷ് കനകരാജിൻ്റെ വേസ്റ്റ് ഫിലിം എന്ന് പറയേണ്ടി വരും. പുള്ളിയുടെ പടം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലോക്കിയുടെ പടം കാണാൻ വന്ന് ലോക്കായ അവസ്ഥയാണ്. തിയേറ്ററിൽ ഇരുന്ന് ഭയങ്കര ലാഗ്, ഇരുന്ന് ഉറങ്ങുന്നൊരവസ്ഥയാണ്. ഭയങ്കര ലാഗ്, ഭയങ്കര ഇമോഷണൽ. ഇമോഷൻ ഓഡിയൻസിൽ കണക്റ്റ് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കുറേ പഴയ രജനീകാന്തിൻ്റെ കുറേ സീക്വൻസ് വരുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ട്. ആ ഒരു പോയിൻ്റ് അല്ലാതെ ബാക്കി പടം മൊത്തത്തിൽ കുറേ ഗുണ്ടാണ്. കുറേ ഒരു സുഖമില്ല. മൊത്തത്തിൽ ആ ഹൈപ്പിനുള്ളതില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ നല്ലതാണ്. പക്ഷേ ആവശ്യമില്ലാത്തടത്ത് എല്ലാം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോലെ ഉണ്ട്. നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടുന്നില്ല മൊത്തത്തിൽ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ പടങ്ങളിൽ എക്സ്പെക്റ്റേഷൻ വന്നതെന്ന് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. രജനീകാന്ത് സാറിൻ്റെ തന്നെ ഇതുപോലൊരു വേസ്റ്റ് ഫ്രണ്ട് സ്റ്റാർട്ടിങ്ങിൽ പുള്ളിയെ കാണിക്കുന്ന ഒരു വ്യൂ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത. അതിനെക്കാട്ടും ഉപേന്ദ്രയുടെയൊക്കെ ഫസ്റ്റ് കാണിച്ചതും സൗബിനെ കാണിച്ചതും ഒക്കെ നന്നായിട്ടുണ്ട്. അതേസമയം ആ ഒരു ലോഞ്ചിൽ രജനീകാന്ത് സാറിൻ്റെ കാണിച്ച പലയിടത്തും അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. പിന്നെ പറയേണ്ട സൗബിൻ്റെ ആക്ടിങ് സൂപ്പറായിട്ടുണ്ട്. സൗബിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ്റെ സൗബിന് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. സൗബിന് നല്ല റോള് തന്നെ ഇതിനകത്തുണ്ട്. നല്ല ആക്ടിങ് ഉണ്ട്. പക്ഷേ ബാക്കി മൊത്തത്തിൽ പോരാ. ഒരുവിധം ആവറേജ് പടം. ജസ്റ്റ് വന്ന് കാണാം. രജനീകാന്ത് സാറിൻ്റെ ഫാൻസിനൊക്കെ വന്ന് കാണാമെന്നല്ലാതെ ഇതിൽ വേറെ വലിയൊരു സംഭവമൊന്നും ഇല്ല.